പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി, എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി, എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി, എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി. ഓ ഹോളി ടു ജീസസ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു, പരിശുദ്ധാത്മാവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ റോസിൽ സിസ്റ്ററിനോടും കുടുംബത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അരമണിക്കൂർ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ദൈവ വെളിപ്പാടുകൾ പറഞ്ഞു പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. സമയമൊന്നും കളയാതെ വേഗത്തിൽ അതിൽ കടപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം 1 തീമോഥെയോസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വചനം. 1 തീമോഥെയോസ് 6-ാം അധ്യായം 11-ാമത്തെ വചനം. ഹോ ഹാലെ. 1 തീമോത്തി 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം. അതിങ്ങനെ പറയുന്നു: നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. പ്രൈസ് കോൾ. ഈ മെസ്സേജിൻ്റെ ക്യാപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ഇട്ടിരിക്കുന്നത്, നിങ്ങൾ ദൈവമനുഷ്യൻ. ആരാണ് ദൈവമനുഷ്യൻ? ദൈവമനുഷ്യനായിട്ട് ആരെയാണ് സ്വർഗം നോക്കുന്നത്? യേശു നോക്കുന്നത്. പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ, പൗലോസിന്റെ ഹൃദയത്തിലെ ആഗ്രഹം തീമോഥെയോസിനെ ഒരു ദൈവപുരുഷനാക്കി പുറത്തെടുക്കുക എന്നുള്ളതാണ്. ഒരു ദൈവപുരുഷനാക്കി പുറത്തെടുക്കുവാൻ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയിലേക്ക് ദൈവം കൽപ്പിച്ച, ദൈവമേൽപ്പിച്ച വിശുദ്ധ വചനം, ലേഖനങ്ങൾ എഴുതി കൊടുക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന, ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ദൈവത്തിന് പറയാനുള്ളത്, ഒരു ദൈവപുരുഷനാകണമെങ്കിൽ, ഒരു ദൈവപുരുഷനെ വാർത്തെടുക്കണമെങ്കിൽ ആ മനുഷ്യൻ, ആ വ്യക്തി നിരന്തരം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനാകണം. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ദൈവപുരുഷനാക്കി, ദൈവ പൈതലാക്കി പുറത്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. പൗലോസിന് അറിയാം, ഞാൻ ദൈവത്തിൽ നിന്നും പ്രാപിച്ചിട്ടാണ് വന്നത്. പൗലോസിന് നന്നായിട്ട് അറിയാം, ഞാൻ ദൈവ മനുഷ്യനാണ്, ദൈവപുരുഷനാണ്, ദൈവത്തിൻ്റെ മകനാണ്. എന്നെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്, എന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്, സ്തോത്രം ചെയ്യുന്നു, ആമേൻ, അപ്പോസ്തലനായിട്ടാണ്. അനേക വ്യക്തികളെ അനേക സ്ഥലങ്ങളിൽ ദൈവസഭകൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തതെന്ന് പൗലോസിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതിയത്. ആരും പറഞ്ഞു കൊടുത്തതോ ആരും നിർബന്ധിച്ചിട്ടോ അല്ല പൗലോസിനെ ദൈവം ലേഖനങ്ങൾ എഴുതുവാൻ ഇരുത്തിയത്. പൗലോസിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളും ദൈവിക ചിന്തകളും പരിശുദ്ധനായ ദൈവം അവനിലേക്ക് പകർന്നു കൊടുത്തിട്ട് ഒരു ദൈവപുരുഷനായ തീമോഥെയോസിനെ പുറത്തെടുക്കത്തക്ക നിലയിൽ ഒരു ലേഖനത്തെ പൗലോസിൻ്റെ കയ്യിൽ കൈമാറിയെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കേണ്ടതിന്, പരിശുദ്ധാത്മാവ് ചിലരെ പുറത്തെടുക്കേണ്ടതിന് നിങ്ങളുടെ കൈകളിൽ ചില തൂലികകളെ പരിശുദ്ധാത്മാവ് തരുമെന്ന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
ഒരു ദൈവപുരുഷന്മാരെ നമ്മൾ ഓരോരുത്തരും പുറത്തെടുക്കണം. ഒരു കോഴി തന്റെ മുട്ടയിൽ അടയിരുന്ന് കോഴിക്കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് പോലെ, സ്തോത്രം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന, ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുന്ന, ദൈവിക ഉത്തരവാദിത്വമുള്ള വ്യക്തി, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന വ്യക്തി, ആ വ്യക്തിയിൽ നിന്നും എപ്പോഴും പുറത്തു വരുന്നത് ദൈവത്തിന്റെ ഹല്ലേലൂയ പുത്രന്മാരായിരിക്കുമോ, മാൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുരുഷന്മാരായിരിക്കും, ദൈവത്തിന്റെ മക്കളായിരിക്കും. അവർക്ക് വേറെ ചിന്തയില്ല, പ്രവർത്തനമില്ല. എപ്പോഴും ദൈവവും ദൈവിക വചനവും ദൈവിക അരുളപ്പാടുകളും ദൈവിക അഭിഷേകവുമായിട്ട് നടക്കുന്നവർക്ക് മാത്രമേ ഒരു ദൈവപുരുഷനെ പുറത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് തീമോഥെയോസിന് അത്ര ഗൗരവത്തോടെ ലേഖനം എഴുതി കൊടുക്കുന്നത്, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, നീ ഇത് വിട്ടോടണം. ഏത് വിട്ടോടണം? നിന്റെ ഭക്തി. സ്തോത്രം. മനുഷ്യർ കാണേണ്ടതിന്, യേശു ഒരിക്കലും ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങൾ ഈ ഭക്തി നടിക്കരുത്, വേഷം നടിക്കരുത്, ഉപവസിക്കരുത്, പ്രാർത്ഥിക്കരുത്. യേശുവിൻ്റെ അരുളപ്പാടുകളും യേശുവിൻ്റെ ദൂതൊക്കെ ഭയങ്കര വ്യത്യസ്തമായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് തന്നെ പൗലോസ് ഊന്നി പറയുകയാണ്, നീയോ തീമോഥെയോസേ, ദൈവത്തിന്റെ മകനെ, നീ സ്തോത്രം ഏത് വിട്ടോണം? നീ കാണിക്കുന്ന ഈ ഭക്തി ഉണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യർ വിളങ്ങേണ്ടതിന്, മനുഷ്യർ കാണേണ്ടതിന് കാണുന്ന ഭക്തി, അത് വിട്ടോടിയിട്ട് ഒരു ദൈവ പുരുഷനായി പുറത്തു വരണം. ഇനി ആരാണ് ദൈവപുരുഷൻ? ആരാണ് ദൈവമനുഷ്യൻ? ദൈവം തിരഞ്ഞെടുക്കുന്ന, ദൈവം ചിന്തിക്കുന്ന മനുഷ്യൻ ആരാണ്? സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അടുത്ത വചനം, അതിൻ്റെ അതേ വചനം തന്നെ പറയുന്നു, പിന്നെയോ നീ കാണിക്കുന്ന ഭക്തി, മനുഷ്യർ വിളങ്ങേണ്ടതിന് കാണിക്കുന്ന ഈ എല്ലാ ഭക്തിയും നീ മാറ്റി വെച്ചിട്ട്, അവൻ പൗലോസ് തീമോഥെയോസിന് പറയുക, ഒരു ദൈവപുരുഷൻ സ്തോത്രം ആകണമെങ്കിൽ എന്താകണം? തീമോഥെയോസേ, നിന്റെ ഭക്തി വിട്ടിട്ട് നീ പിന്നെയോ നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത, ഇതിൽ നിങ്ങൾ തികഞ്ഞു വരണം. സ്തോത്രം ചെയ്യുന്നു. നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 6 കൂട്ടം സ്തോത്രം ചെയ്യുന്ന സാധനങ്ങൾ, 6 കൂട്ടം ദൈവത്തിന്റെ പദങ്ങൾ, 6 കൂട്ടം ദൈവിക സ്വഭാവങ്ങൾ ഒരുവനിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർഗം പറയുന്ന പേരാണ്, നീ മാൻ ഓഫ് ഗോഡ് ആണ്, നീ ദൈവ മനുഷ്യനാണ്, നീ ദൈവപുരുഷനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ 6 നിന്നും ഒരെണ്ണം മാത്രം എടുത്ത് ചില മിനിറ്റുകൾ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു ദൈവപുരുഷനാകണമെങ്കിൽ, ഒരു ദൈവത്തിന്റെ മകനാകണമെങ്കിൽ സ്വർഗം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മിൽ നിന്നും ആത്മീയ ഫ്രൂട്ട്സുകൾ, സ്തോത്രം, ആത്മീയ ഫലങ്ങൾ പുറത്തു വരണമെങ്കിൽ, സ്തോത്രം ചെയ്യുന്നു, ഇതിൻ്റെ അകത്തെ ഒന്നാമത്തെ ഘടകമാണ് വിശ്വാസം, ഫെയ്ത്ത്. ഭക്തി വേറെ, വിശ്വാസം വേറെ. ഹല്ലേലൂയ. ഭക്തി വേറെ, വിശ്വാസം വേറെ. ഹല്ലേലൂയ. ഒരു മനുഷ്യർ സ്തോത്രം കൂട്ടത്തിൽ ആരാധിക്കുമ്പോൾ, കൂട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്തി അഭിനയിക്കുവാൻ, ഭക്തി നടിക്കുവാൻ പറ്റും. പക്ഷെ ഫെയ്ത്ത് വരണമെങ്കിൽ ആ കൂട്ടത്തിൻ്റെ അകത്ത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയെ ഉരുവിടാൻ പറ്റത്തുള്ളൂ. ആർക്കും ഭക്തി കാണിക്കാം. ഭക്തി കാണിക്കുന്ന ലോകത്ത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അഭിനയിക്കാൻ വേണ്ടി ഏത് നിലവാരവും മനുഷ്യർ എടുക്കുന്ന ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ ഒരു ദൈവ മനുഷ്യനാകണമെങ്കിൽ വിശ്വാസം വേണം. എന്തുകൊണ്ട് വിശ്വാസം? ഒന്നും കണ്ടിട്ടല്ല, ദൈവം അത്ഭുതം ചെയ്യുമെന്നും, ദൈവം എന്നെ നടത്തുമെന്നും, ദൈവിക ഉത്തരവാദിത്തങ്ങൾ എന്നെ ഏൽപ്പിക്കുമെന്നും, സ്തോത്രം, ദൈവത്തിന്റെ വിശ്വാസം എന്നിൽ കത്തുമ്പോൾ എന്നിൽ നിന്നും പുറത്തു വരുന്നതിന്റെ പേരാണ് ആത്മമനുഷ്യൻ, ദൈവത്തിന്റെ മനുഷ്യൻ, ദൈവത്തിന്റെ പുരുഷൻ. പ്രൈസ് ഗോഡ്. നമുക്കെല്ലാം ഈ ഭൂമിയിലിരിക്കുമ്പോൾ രോഗങ്ങൾ, ചെറിയ ചെറിയ രോഗങ്ങൾ, വലിയ രോഗങ്ങളൊക്കെ പിടിക്കപ്പെടാറുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അവർ നമ്മളോട് പറഞ്ഞു, ഇന്ന അസുഖമാണ് നിങ്ങൾക്ക്, അല്ല ഒരു ക്യാൻസറാണ്, ഒരു മുഴയാണ്, നിങ്ങൾക്ക് തലവേദനയാണ്, നിങ്ങൾക്ക് പനിയാണ്. ഡോക്ടർ റിസൾട്ട് തന്നു. ആ ചീട്ടും പിടിച്ചുകൊണ്ട്
ആ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ചീട്ട് വാങ്ങിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങി വ്യാകുലതയോടെ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുന്നതിൻ്റെ പേരല്ല വിശ്വാസം. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, പ്രയാസം വന്നു, ഒരു മൂലക്കിരുന്ന് കണ്ണുനീരൊഴിച്ച് ക്ഷീണിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കുന്നതിൻ്റെ പേരല്ല വിശ്വാസം. ഏതോ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടു, കുടുംബത്തിൻ്റെ ആകമാനം ഉലയ്ക്കുന്ന ഒരു ന്യൂസ് കേട്ടു. ആ ന്യൂസ് കേട്ടതിൻ്റെ ഫലമായി അവൻ ബെഡ്റൂമിൽ പോയി സ്തോത്രം കരഞ്ഞ് വ്യാകുലതപ്പെട്ട് ഇരിക്കുന്നതിൻ്റെ പേരല്ല വിശ്വാസം. എന്തെങ്കിലും കുഞ്ഞുങ്ങളോട് മാതാപിതാക്കൾ പറഞ്ഞു, ഓടിപ്പോയി കുഞ്ഞുങ്ങൾ സ്തോത്രം വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു, അതിൻ്റെ പേരല്ല വിശ്വാസം. ഡോക്ടർ എന്ത് പറഞ്ഞോ അതിനെ ഓപ്പോസിറ്റാക്കി ദൈവം എനിക്ക് അത്ഭുതം ചെയ്യുന്നെന്ന് ഞാൻ എൻ്റെ അകത്ത് ഉറയ്ക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. ലോകർ എന്ത് പറഞ്ഞാലും ദൈവം പറയുന്നത് ആണ് ശരി. എന്നോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്നോടൊരു ദൈവം പ്രവൃത്തി പറഞ്ഞിട്ടുണ്ട്, എന്നോട് ദൈവം ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ട്. ആ പ്രവചനം നിവൃത്തീകരണത്തിൽ എത്തുന്നോടം വരെയും ഞാൻ വിശ്വാസത്തിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. വചനം പറയുന്നു, വിശ്വാസത്തോടു കൂടിയ ഹല്ലേലൂയ നിന്റെ വാക്കിൽ ആ മലയോട് അവൻ നീങ്ങുവാൻ പറഞ്ഞാൽ, ആ മരത്തോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. എതിരെ നിൽക്കുന്ന പ്രശ്നത്തിന്റെ നടുവിൽ, എതിരെ നിൽക്കുന്ന വിഷയത്തിന്റെ നടുവിൽ നീറി പുകയുന്നതല്ല വിശ്വാസം. അതിനെ എതിരെ ഞാൻ ജയാളിയായി ഹല്ലേലൂയ പുറത്തു വരുമെന്ന് ആര് ദൈവത്തിന്റെ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നോ അതിന്റെ പേരാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോരാട്ടമല്ല. അടുത്ത വീട്ടിലെ സ്തോത്രം അപ്പച്ചന്മാരെടുക്കുന്ന പോരാട്ടമല്ല. സ്തോത്രം. പിശാചിന്റെ പോരാട്ടമല്ല. പിശാചൊന്നുമില്ല. പിശാചിനൊക്കെ കർത്താവ് തകർത്ത് കളഞ്ഞു. സ്തോത്രം. വിശ്വാസം ഒരു പോരാട്ടമാണ്. നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടെ ഞാൻ എടുക്കുന്നു. ഡോക്ടർ പറഞ്ഞു, ഒരു രോഗം നിങ്ങളെ പിടിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ചികിത്സിക്കണം, നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്യണം. ഒന്ന് ചെക്ക് ചെയ്തു, ഡോക്ടറിന് പിടികിട്ടിയില്ല. രണ്ടാമത് ചെക്ക് ചെയ്തു, ഡോക്ടറിന് പിടികിട്ടിയില്ല. അപ്പോൾ അകത്ത് കത്തുന്ന അവിശ്വാസത്തിന്റെ പേരല്ല വിശ്വാസം. ഡോക്ടർ 10 പ്രാവശ്യം ബ്ലഡ് എടുത്ത് പരിശോധിച്ചാലും എൻ്റെ അകത്ത് രോഗമില്ലെന്ന് ഉറയ്ക്കുന്നതിന്റെ പേരാണ് വിശ്വാസം. പ്രൈസ് ഗോഡ്. ഈ രോഗത്തിന്റെയും ഹല്ലേലൂയ രോഗത്തിന്റെ റിസൾട്ടിന്റെയും രോഗത്തിന്റെ നടുവിൽ സ്തോത്രം ദൈവം നിൽക്കുന്നു. മറുവശത്ത് നമ്മൾ നിൽക്കുന്നു. സ്തോത്രം ചെയ്യുന്നു. ഫ്രണ്ടിൽ രോഗം നിൽക്കുന്നു. സ്തോത്രം. നടുക്ക് ദൈവം നിൽക്കുന്നു. അതിന്റെ സ്തോത്രം ഇപ്പുറത്ത് ഞാൻ നിൽക്കുന്നു, നമ്മൾ നിൽക്കുന്നു. സ്തോത്രം. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന സ്തോത്രം ഡോക്ടർ രോഗം പറയുന്നു, നിനക്ക് രോഗമുണ്ട്, നിനക്ക് പ്രശ്നമുണ്ട്, നിനക്ക് ദുരിതമുണ്ട്, നിനക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ എന്ന് രോഗം അപ്പുറത്ത് നമ്മോട് പറയുന്നു. പക്ഷേ സെൻട്രലിൽ അതാ സൗഖ്യദായകനായ കർത്താവ് നിൽക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ നോക്കാതെ യേശുവിനെ കവർ ചെയ്ത് രോഗത്തെ നോക്കുന്നു. എന്നാൽ അതിനെ മാറ്റിയിട്ട് ക്രിസ്തുവിലേക്ക് നോക്കിയാൽ അതിൻ്റെ പേരാണ് വിശ്വാസം. പ്രൈസ് ഗോഡ്. വിശ്വാസവും നമ്മളും ഭയങ്കര പോരാട്ടത്തിലാണ്. അതിനെ ജയിക്കണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ പോരാട്ടത്തിന്റെ നടുവിൽ, ഫെയ്ത്തിന്റെ അകത്തുള്ള പോരാട്ടത്തിന്റെ നടുവിൽ വരുമ്പോഴാണ് പോരാട്ടവും പിശാചും. ഹല്ലേലൂയ. അവിടെ പ്രശ്നം ഒരു ഇരുട്ട് രൂപം കണ്ടു. നിന്റെ അകത്ത് ക്രിസ്തു ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് വെളിപ്പാടുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ദൈവിക ഉദ്ദേശമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ രോഗത്തെ അല്ല വകവെക്കേണ്ടത്, നീ ക്രിസ്തുവിനെ മുഖാമുഖം കാണണം. ക്രിസ്തുവിനെ ഹല്ലേലൂയ നീ ദർശിക്കണം. ക്രിസ്തുവിന്റെ സൗഖ്യത്തെ നീ സ്വീകരിക്കണം യേശുവിന്റെ നാമത്തിൽ. ഒരു ക്രിസ്തുവിന്റെ മകനെ പുറത്തെടുക്കുവാൻ പൗലോസ് തീമോഥെയോസിനോട് പറയുക. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നീതിയും ഭക്തിയും വിശ്വാസവും സ്നേഹവും ക്ഷമയും സൗമ്യതയും ഒരു ദൈവ പുരുഷനിൽ നിന്നും പുറത്തു വരണം. ഒന്നാമത്തെ പദം നമ്മൾ എടുത്തത് വിശ്വാസം.
ഈ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ ഭക്തി വരത്തുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നീതി നമ്മളിൽ നിന്നും ഒഴുകത്തുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സ്നേഹം ഒഴുകത്തുള്ളൂ. വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ സൗമ്യതയും ക്ഷമയും നമ്മളിൽ നിന്നും പുറത്തു വരത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടിട്ട്, ദൈവിക ശബ്ദം കേട്ടിട്ട്, ദൈവം എന്നോട് പറഞ്ഞ ദൂത് കേട്ടിട്ട് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ എനിക്കൊരു പോരാട്ടത്തെയും പ്രശ്നമല്ല. കാരണം എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ഇന്നത് നടത്തി തരുവാൻ ഞാൻ ശക്തനാണെന്ന്. ഇതുപോലെ നിങ്ങളോടും ദൈവം എന്തെങ്കിലും പ്രോമിസുകൾ, എന്തെങ്കിലും വാഗ്ദത്തങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കണം. അതിനെ തകർക്കുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ ഞാനും നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന വിശ്വാസവുമായിട്ടാണ് പോരാട്ടം. അത് പിശാചൊന്നും പോരാടത്തൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നാം നേടിയെടുക്കാനുള്ള, നമ്മൾ പ്രാപിക്കാനുള്ള, നമ്മൾ അനുഭവിക്കാനുള്ള ആ നന്മയിലെത്തുവാൻ ദൈവം നമ്മുടെ അകത്ത് ഇട്ടിരിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം. ഹല്ലേലൂയ. 90 വയസ്സുള്ള അമ്മച്ചി, സ്തോത്രം, പ്രസവിക്കുമെന്ന്, ഒരു സന്താനത്തെ ജനിപ്പിക്കുമെന്ന് അബ്രഹാമിനോട് കർത്താവ് അരുളപ്പാട് കൊടുത്തപ്പോൾ അബ്രഹാം ക്ഷീണാവസ്ഥയിലിരുന്ന ബോഡിയെ, സാറയുടെ ഉദരത്തിൻ്റെ അകത്തുള്ള, സ്തോത്രം, വിഷയത്തെ, നിർജീവത്വം പ്രാപിച്ച സാറയുടെ ശരീരത്തെ, ആരോഗ്യത്തെ അബ്രഹാം നോക്കിയില്ല. അബ്രഹാം ദൈവം എന്താണോ പറഞ്ഞത് അതിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ കരുത്തുള്ള ദൈവമക്കൾ പുറത്തു വരണം കേട്ടോ. ഒരു വിഷയം വരുമ്പോൾ കരയുന്നതും സ്തോത്രം ചങ്കിട്ടടിക്കുന്നതും, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ആമേൻ ആമേൻ, പിന്മാറിപ്പോകുന്നതും, പ്രാർത്ഥന വേണ്ടെന്ന് പറയുന്നതും, ആരാധന വേണ്ടെന്നും പറയുന്നവരൊന്നും സ്വർഗം ചിന്തിക്കുന്നില്ല, സ്വർഗം നോക്കുന്നില്ല. കരുത്തുള്ള, ഹല്ലേലൂയ, കരുത്തുള്ള ദൈവപുരുഷന്മാരെ, ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിലൂടെ പുറത്തെടുക്കും. ഹല്ലേലൂയ. വിശ്വാസവും നമ്മുടെ വിഷയവും തമ്മിലാണ് പോരാട്ടം. അതിൽ ജയിക്കണമെങ്കിൽ ഉപവാസമല്ല വിഷയം, 40 ദിവസം ഉപവാസമല്ല വിഷയം, നിന്റെ വിശ്വാസമാണ് വിഷയം. നീ ആരെ വിശ്വസിക്കുന്നോ, ഹല്ലേലൂയ, ആ വിശ്വാസത്തിൽ നിന്നും നിന്റെ വിഷയത്തെ ജനിപ്പിക്കുവാൻ നിനക്ക് പറ്റും. പ്രൈസ് ഗോഡ്. കടലിന്റെ മീതെ കർത്താവ് നടന്നു വരുന്നു. ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുക കർത്താവേ. അകത്ത് കത്തിയ വിശ്വാസത്തിന്റെ പേരിലാണ് പത്രോസ് കടലിന്റെ മേലിൽ കാല് വെച്ചത്. പ്രൈസ് ഗോഡ്. നിന്റെ വിഷയത്തിന്റെ മീതെ നീ വിശ്വസിച്ച് കാലെടുത്തു വെച്ചാൽ എത്ര വലിയ തിരമാലയും നിന്റെ കാലിന്റെ ചുവട്ടിൽ അമർന്നിരിക്കും, അനങ്ങത്തില്ല. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആ മലയോട്, ആ മരത്തോട് നീങ്ങിപ്പോകാൻ പറഞ്ഞാൽ നീങ്ങിപ്പോകും. അകത്ത് കത്തുന്ന വിശ്വാസമാണ് നിന്നിൽ നിന്നും ദൈവപുരുഷനായി പുറത്തു വരുന്നത്, ദൈവമനുഷ്യനായി പുറത്തു വരുന്നത്. ഹല്ലേലൂയ. കരുത്തുറ്റുള്ള ദൈവപുരുഷന്മാരെ, ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഈ ഹല്ലേലൂയ അധ്യായങ്ങളിൽ, ഈ മെസ്സേജുകളിൽ പരിശുദ്ധാത്മാവ് പുറത്തെടുക്കട്ടെ. എന്താ തീമോത്തിയോസേ, നിന്റെ വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിന്നൊരു മാൻ ഓഫ് ഗോഡ് ആക്കുവാൻ, നിന്നൊരു ദൈവപുരുഷനാക്കുവാനുള്ള ആഹ്വാനം ഞാൻ തരുന്നത്. പൗലോസ് വീണ്ടും പറയുന്നുണ്ട്, 2 തീമോത്തിയോസ് ലേഖനം 3:17 പറയുന്നു, ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും വക പ്രാപിച്ചു തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. സ്തോത്രം. ഒരു കരുത്തുറ്റുള്ള ദൈവപുരുഷൻ, ദൈവമനുഷ്യൻ പുറത്തു വരണമെങ്കിൽ പൗലോസ് പറയാണ്, ഹല്ലേലൂയ, നിന്റെ സൽപ്രവർത്തികൾ, ഹല്ലേലൂയ, നീ സ്തോത്രം നിറഞ്ഞു വരണം. നിന്റെ സൽപ്രവർത്തികളിൽ നിറഞ്ഞു വരണം. നാം നമ്മുടെ ദൃശ്യ കണ്ണുകൊണ്ട് കാണുന്ന സൽപ്രവർത്തികളല്ല, ധർമ്മം കൊടുക്കുന്നതല്ല, 10 പേർക്ക് ആഹാരം കൊടുക്കുന്നതല്ല, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, 2 പേർക്ക് വീട് വെച്ച് കൊടുക്കുന്നതല്ല, സ്വർഗത്തിലെ സൽപ്രവർത്തികൾ, സ്വർഗത്തിലെ സൽപ്രവർത്തികൾ. 1 തീമോത്തിയോസ് 6:11 നമ്മൾ വായിച്ചു. പിന്നെയോ നീതി,
ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത. സ്വർഗത്തിലെ സൽപ്രവർത്തികളാണ് നീതി, സ്വർഗത്തിലെ സൽപ്രവർത്തിയാണ് ഭക്തി, സ്വർഗത്തിലെ സൽപ്രവർത്തിയാണ് വിശ്വാസം, സ്വർഗത്തിലെ സൽപ്രവർത്തിയാണ് സ്നേഹം, സ്വർഗത്തിലെ സൽപ്രവർത്തിയാണ് ക്ഷമയും സൗമ്യതയും. ഈ സൽപ്രവർത്തിക്കകത്ത് ഒരു മനുഷ്യൻ തികഞ്ഞു വരുമ്പോൾ അവനിൽ നിന്നും പുറത്തു വരുന്നതാണ് ദൈവ മനുഷ്യൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൽപ്രവർത്തികൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ 10 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഓടുക, അത് ലാസ്റ്റ് പിടിക്കപ്പെടും. അതിന് 100 രൂപ എടുത്ത് നമ്മൾ മറിക്കും, അതിന് നമ്മൾ പിന്നെ പിടിക്കപ്പെടും. അതല്ല, ദൈവത്തിന്റെ സൽപ്രവർത്തി, സ്വർഗത്തിലെ സൽപ്രവർത്തി നിന്നിൽ കത്തുന്ന വിശ്വാസമാണ്. ആ വിശ്വാസത്തോടു കൂടി നീ പുറത്തു വരുമ്പോൾ, ഹല്ലേലൂയ, നിന്നിൽ നിന്നും വിശ്വാസവും ഭക്തിയും ക്ഷമയും സൗമ്യതയൊക്കെ പുറത്തു വരുമ്പോൾ സ്വർഗത്തിലെ സൽപ്രവർത്തികൾ കൊണ്ട് സ്വർഗം നിന്നെ പൊതിയും. അപ്പോൾ നിന്നിൽ നിന്നും പുറത്തു വരുന്നതിന്റെ പേരാണ് ദൈവപുരുഷൻ, ദൈവമനുഷ്യൻ. അതിനെ യേശുവായിട്ടും ദൈവമായിട്ടും ആത്മാവായിട്ടും അഭിഷേകമായിട്ടൊക്കെ ചിന്തിച്ചോ, അതാണ് യഥാർത്ഥ ദൈവമനുഷ്യൻ. ഹല്ലേലൂയ, യഥാർത്ഥ ദൈവമനുഷ്യൻ, യഥാർത്ഥ ദൈവമനുഷ്യൻ. യേശുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ചില ഹൃദയങ്ങളിലേക്ക് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ ദൈവപുരുഷനും യഥാർത്ഥമായ ദൈവമക്കളും കരുത്തുറ്റ ദൈവമക്കളും യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഹല്ലേലൂയ. സകല സൽപ്രവർത്തികളാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. കർത്താവിനെ കൊണ്ട്, ഹല്ലേലൂയ, നമ്മളെ കൊണ്ടും ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെ സൽപ്രവർത്തി നിമിത്തം പരിശുദ്ധനായ ദൈവത്തിൻ്റെ നീതിയുള്ള പുരുഷനായി പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, നമ്മളെ പുറത്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പൗലോസ് തീമോഥെയോസിനെ ഒരു കരുത്തുറ്റുള്ള ദൈവപുരുഷനാക്കി പുറത്തെടുക്കുവാൻ പൗലോസിന് ആഗ്രഹമുണ്ട്. ഈ ഭൂമിയിൽ ഒരു കരുത്തുറ്റുള്ള, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവപുരുഷൻ, ദൈവമക്കൾ ഇല്ലാതിരിക്കുമ്പോൾ തീമോഥെയോസിനോട് കർത്താവ് പറയുകയാണ്, നീ, ഹല്ലേലൂയ, ഒരു കരുത്തുറ്റുള്ള ഒരു ദൈവപുരുഷനായി പുറത്തു വരണമെങ്കിൽ പൗലോസിന്റെ ഈ ലേഖനം നീ കൈപ്പറ്റണം. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവപുരുഷൻ തീമോഥെയോസ് ആയി മാറണമെങ്കിൽ നീ ലേഖനം എഴുതണം. ഹല്ലേലൂയ. യഥാർത്ഥമായ ദൈവമക്കൾ, യഥാർത്ഥമായ ദൈവപുരുഷൻ പുറത്തു വരണമെങ്കിൽ ഈ ലൈവ് കാണുന്ന നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഒരു പ്രവാചകൻ അവൻ പ്രവചിച്ചിട്ടല്ല ദൈവശബ്ദം കേൾക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതൊരു വിശ്വാസി ദൂത് പറഞ്ഞിട്ടല്ല നീ ദൈവശബ്ദത്തിന് വേണ്ടി ഇരിക്കേണ്ടത്. നീ മെസ്സേജ് കേൾക്കുമ്പോൾ തന്നെ നീ ദൈവമുഖത്ത് നീ ഇരിക്കണം, ദൈവഭാഗത്ത് ഇരിക്കണം. എന്നിട്ട് ദൈവശബ്ദം കേൾക്കണം, എന്നിട്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. അപ്പോൾ നിങ്ങളുടെ പേരാണ്, നിന്റെ പേരാണ് മാൻ ഓഫ് ഗോഡ്, നീ ദൈവപുരുഷനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യഥാർത്ഥമായ ലൈഫ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥമായ ലൈഫ് 10 പേരെ കാണുമ്പോൾ സ്തോത്രം ചെയ്യുന്നു, ഒരു ക്ഷമയും ഒരു സ്നേഹവും ഒരു മനസ്സരിവുള്ള ഒരു മുഖത്തെ അഭിനയിപ്പിക്കാൻ വേണ്ടി അല്ല ദൈവം നമ്മൾ ഈ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യഥാർത്ഥമായ ലൈഫ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തണം, ദൈവമക്കളെ വെളിപ്പെടുത്തണം. ഞാനിങ്ങനെയാണ്, ഞാൻ തമാശ പറയും, ഞാൻ ചിരിക്കും, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ മെസ്സേജ് പറയും, ഞാൻ എല്ലാവരുമായിട്ട് കൂട്ടുകൂടും. യഥാർത്ഥമായ ലൈഫ് ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ആമനാകുമ്പോൾ, ഹല്ലേലൂയ, ആ ക്രിസ്തുവിൻ്റെ മനോഭാവവും ആ ക്രിസ്തുവിലുള്ള സ്തോത്രം ദൈവത്തിൻ്റെ ആ സ്വഭാവവും, ഹല്ലേലൂയ, നമ്മളിലേക്ക് ഒഴുകും. നമ്മൾ ആ യഥാർത്ഥമായ ലൈഫിൽ നിന്ന് നമ്മൾ അഭിനയത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത്. യേശു ഒരിക്കലും അഭിനയിക്കാൻ വേണ്ടി അല്ലല്ലോ വന്നത്. യേശു യഥാർത്ഥമായ സ്വഭാവം കാണിച്ചു. യേശു ഉറങ്ങി, യേശു ദേഷ്യപ്പെട്ടു, ഹല്ലേലൂയ. യേശു ശിശുക്കളുടെ കൂടെ പോയിരുന്ന് കളിച്ചു. യേശു കൂടുതൽ സമയം പാപിയുടെ കൂടെ ആയിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവരോട് തമാശ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂക്കളെ നോക്കി,
കടലിനെ നോക്കി ഉപമകൾ പറഞ്ഞ് അവരോട് ചെറിയ കഥകളൊക്കെ പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച ദൗത്യങ്ങൾ യേശു ചെയ്തുകൊണ്ടിരുന്നു. യഥാർത്ഥമായ സ്വഭാവത്തെ വെളിപ്പെടുത്തി. നമ്മളിൽ യഥാർത്ഥമായ സ്വഭാവത്തെ വെളിപ്പെടുത്താം. നമ്മൾ ഇങ്ങനെയാ, നമ്മൾ തമാശ പറയും, നമ്മൾ ചിരിക്കും, നമ്മൾ കൂട്ടുകൂടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരും കൂട്ടത്തിരിക്കുമ്പോൾ ചിരിക്കും. ഈ ഈ ഈ സ്വഭാവത്തിൻ്റെ അകത്താണ് നമ്മൾ ദൈവത്തിൻ്റെ പുരുഷനായി തിളങ്ങുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കരുത്തുറ്റുള്ള ഒരു തീമോഥെയോസിനെ പുറത്തെടുക്കുവാൻ ലേഖനം പൗലോസിന്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചത് ദൈവശബ്ദം കേൾക്കുന്നവനായിരുന്നു പൗലോസ്. ദൈവശബ്ദം കേൾക്കുക മാത്രമല്ല, അനേക ദൈവപുരുഷന്മാരെ വാർത്തെടുക്കേണ്ടതിന് പൗലോസ് ഉത്തരവാദിത്വം കാണിച്ചു. അനേകരെ ദൈവമുഖത്തേക്ക്, അനേക ദൈവപുരുഷന്മാരെ കരുത്തുറ്റുള്ള, ഹല്ലേലൂയ, ഉടഞ്ഞു പോകാത്ത, പിന്മാറിപ്പോകാത്ത, ഹല്ലേലൂയ, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കുന്ന അനേക വിശുദ്ധന്മാരെ നമുക്ക് ദൈവഭാഗത്തേക്ക് വേർതിരിച്ചെടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.